ചെങ്കോലേന്ത്യ IMS അമ്മയുടെ പ്രിയ മക്കളെ, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യനെ സകലത്തിന്മേലും അധികാരമുള്ളവനായി ദൈവം ആദിയിൽ നിയമിച്ചു. ആധുനിക മനുഷ്യൻ പ്രപഞ്ചത്തെക്കാൾ ഉപരി ശക്തനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാരണത്താൽ മനുഷ്യന്റെ ധാർമ്മിക ബോധവും ജീവിത വീക്ഷണവും ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ സാരമായി ബാധിക്കുന്നു. അണുവായുധം കൈവശമുള്ള ഭരണാധിപന്മാരിൽ ഒരാൾ വികാരാവേശം പൂണ്ട് അണുശക്തി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് സമൂല സംഹാരം ആയിരിക്കും. വ്യക്തികളുടെ ധാർമ്മിക ബോധം വളരെ പ്രധാനമാണ്. കുറവില്ലാത്ത ഏക മാതൃകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. ബലഹീനനായ മനുഷ്യന് യേശു ക്രിസ്തുവിനെ പോലെ ആകുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതിനുള്ള മാർഗം യേശു തന്നെ തുറന്നു തന്നിട്ടുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ നമുക്ക് അവനുമായി സഖിത്വം സാധിക്കും. വിശ്വാസത്താൽ ഈ സ്നേഹബന്ധം ആരംഭിച്ചാൽ യേശുവിൻ്റെ ആളത്വത്തിൻ്റെ ഛായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവൻ നമ്മുടെ ആളത്വത്തിൽ ലോകത്തെ രക്ഷിക്കാൻ ദൈവം ചെയ്ത ശ്രമങ്ങളുടെ ചരിത്രം വേദപുസ്തകത്തിൽ കാണുന്നു. നോഹയുടെ കാലത്ത് അധർമ്മം പെരുകിയപ്പോൾ ജലപ്രളയത്താൽ സകലരെയും നശിപ്പിച്ച ശേഷം ഒരു കുടുംബത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുവാൻ ശ്രമിച്ചു. പിന്നീട് സംഹാരം കൂടാതെ അബ്രാഹമിൻ്റെ കുടുംബത്തെ വേർതിരിച്ചു. അതും ഫലരഹിതമായപ്പോൾ മിശിഹ എന്ന വ്യക്തിയിലൂടെ ലോകത്തെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. യേശു ക്രിസ്തുവിൽ ദൈവോദ്ദേശ്യം സഫലമായി. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ യഥാർത്ഥത്തിൽ അവൻ നമ്മോടുകൂടെയുണ്ട്. ഈ വിശ്വാസം സ്വീകരിച്ചാൽ ധാർമ്മിക ജീവിതത്തിൽ പൂർണ്ണനായ അവൻ്റെ സ്വഭാവം നമ്മിലും ഉണ്ടാകും. യേശുവിനോടുകൂടെ ജീവിക്കുന്ന വ്യക്തികളെയാണ് ലോകത്തിന് ആവശ്യം. നല്ല വ്യക്തികളിലാണ് ലോകത്തിൻ്റെ പ്രതീക്ഷ. പരിശുദ്ധമ്മ IMS അമ്മ നമ്മളെ ഓരോരുത്തരെയും രൂപീകരിച്ച് നല്ല വ്യക്തിത്വങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരട്ടെ. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.